വെൽക്കം ബാക്ക് ടു ഡബ്ലിൻ മല്ലോ വേൾഡ് യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ ഒരു ദിവസം നമ്മൾ ചെയ്യാൻ പോണ ഒരു വീഡിയോ ഒരു ബ്രേക്ക്ഫാസ്റ്റിനെ സംബന്ധിച്ചൊരു വീഡിയോ ആണ്. കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് നമ്മൾ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിനെ കുറിച്ചൊന്ന് പറയാമെന്ന് വെച്ചിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ലെറ്റ്സ് ഡു ബ്രേക്ക്ഫാസ്റ്റ് വീഡിയോ. സോ ഇന്നത്തെ വീഡിയോ ബ്രേക്ക്ഫാസ്റ്റ് വീഡിയോ ആണ്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ വാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് പോയി സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഞാൻ മോസ്റ്റ്ലി വളരെ സിമ്പിൾ ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് രാവിലെ കഴിക്കാറ്. സോ എൻ്റെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റൂട്ടീൻ അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു രീതി ജസ്റ്റ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. സോ മോസ്റ്റ്ലി ഞാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ ഓട്സ് ആണ്. ഓട്സിൻ്റെ കൂടെ കുറേ ട്വിസ്റ്റ് ഒക്കെ ഇട്ടിട്ടാണ് നമ്മൾ സാധാരണ ബ്രേക്ക്ഫാസ്റ്റോട് കഴിക്കുക. അതൊരു ടോസ്റ്റും എന്തെങ്കിലും ചെറിയതായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് നമ്മൾ സാധാരണ കഴിക്കുക. സോ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ഏകദേശം കടല, നമ്മുടെ നാട്ടിലത്തെ ചെറിയ പരിപ്പുണ്ടല്ലോ, ചെറിയ പയറുണ്ടല്ലോ, ആ ചെറുപയർ, അതുകൂടാതെ വേറെ പയർ, ഇതെല്ലാം കൂടെ ജസ്റ്റ് മുളപ്പിച്ച് എന്ന് പറയാൻ പറ്റില്ല, ഏകദേശം ഒരു 3-4 ദിവസമായി വെള്ളത്തിലിട്ടിട്ട്, പക്ഷേ അതിൻ്റെ മുള കറക്റ്റായിട്ട് വരുന്നില്ല. പക്ഷേ എങ്കിൽ കൂടി നന്നായിട്ട് സോക്കായിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ നമ്മളൊരു ചെറിയ ബനാന എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പാല്, അതുപോലെ തന്നെ പിന്നെ കുറച്ച് ഓട്സിൻ്റെ ഈ ഫ്രൂട്ട്സ് മിക്സ് ആയിട്ട് വളരുന്ന ആ ഓട്സാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം അതുപോലെ തന്നെ നമുക്കിവിടെ തേനും. അപ്പം ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് ആവശ്യമായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യണ കാണിച്ചു തരാം എങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ ആ കൂട്ടിൻ്റെ അകത്തേക്ക് നമ്മുടെ പയറൊക്കെ വെച്ചിരിക്കുന്ന ആ ഒരു ബൗളിലാക്കി നമ്മൾ കുറച്ച് മിൽക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പഴവും കൂടെ നന്നായിട്ട് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ ഓട്സും ഫ്രൂട്ട്സും ഒക്കെ കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു ഇതിട്ട് കൊടുക്കാം. മൊത്തം നമുക്ക് ഇട്ട് കൊടുക്കാം. തീരാറായി ഏകദേശം. സോ ഇനിയിപ്പോൾ ഇത് മേടിക്കണം. സോ അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോസ്റ്റ്ലി ഹണിയാണ്. അപ്പോൾ ഹണിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഹണി ചേർക്കണം എന്നുള്ളത് നമുക്ക് നിർബന്ധമൊന്നുമില്ല, പക്ഷേ നമുക്ക് ഒരു ഓപ്ഷനായിട്ട് വേണമെങ്കിൽ കൊടുക്കാം. സോ ഒത്തിരി ഇട്ട് കൊടുക്കണ്ട, ജസ്റ്റ് പേരിന് കുറച്ച്. ഉണ്ടോ, ഇത്രയും ഹണി ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ മിക്സഡ് ഫ്രൂട്ട്സ് കണ്ടൻ്റൊക്കെയുള്ള ആ ഒരു ഓപ്ഷൻ്റെ കൂടെ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ഇട്ട് കൊടുത്തു. ഇത്രയും പരിപാടിയേ ഉള്ളൂ. ഇനി നമ്മൾ ഇളക്കി കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തിട്ട് ഒരു ഇച്ചിരി ചിയ സീഡ്സും കൂടെ അതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് നമുക്ക് കഴിക്കാം.